റിയൽമിയുടെ റിയൽമി 13 Pro 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 27,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 13 Pro 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 2000 ഹെർട്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 2260 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 2000 നിറ്റ്സ് വരെ വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. കർവ്ഡ് ഡിസ്പ്ലേയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടിയ PWM ഡിമ്മിംഗ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പഴയ റിയൽമി 12 Pro എന്ന സ്മാർട്ട് ഫോണിലും ഏകദേശം ഇതുപോലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നുണ്ട്. എന്നാലും ഏകദേശം അടുത്ത് വരുന്ന ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 183.5 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.41 mm ആണ്. പിന്നെ സ്വിസ് SGSന്റെ 5-star ഡ്രോപ്പ് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. അത് വിചാരിച്ചിട്ട് വെറുതെ ഫോണിൽ നിലത്തിടാനും നിൽക്കരുത്. പിന്നെ IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഗ്ലാസ് ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ വീഗൻ ലെതർ ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ മോണറ്റ് ഗോൾഡ് അതുപോലെ തന്നെ മോണറ്റ് പർപ്പിൾ പിന്നെ എംബ്രാൾഡ് ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രോസസറാണ് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഗെയിമിംഗ്, പെർഫോമൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസറാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ MediaTek Dimensity 8300 Ultra ഇതുപോലുള്ള പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതുപോലുള്ള പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നോക്കാവുന്നതാണ്. ഇത് ഭയങ്കരമായിട്ട് ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണല്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്തൊരു പ്രോസസറാണ് എന്ന് പറയാവുന്നതാണ്. പഴയ റിയൽമി 12 Proയിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസറാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ഇതൊരു അപ്ഡേറ്റ് ആണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 9 5G ബാൻഡ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഡൈനാമിക് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ വെട്ട് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 9 ലെയർ കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് ഫോണിന്റെ മുകളിൽ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ എയർ ജസ്റ്റേഴ്സ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് സ്ക്രീനിൽ ടച്ച് ചെയ്യാതെ ചില ജസ്റ്റേഴ്സ് കാണിച്ചിട്ട് പല ആക്ഷൻസും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഹൈ റെസോഡിയോയുടെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ 1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി LYT600ന്റെ സെൻസറാണ്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സെൻസർ സൈസ് വരുന്നത് 1/1.95 ഇഞ്ചാണ്. പിന്നെ രണ്ടാമത് 8 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 112 ഡിഗ്രിയാണ്. ഇപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം പഴയ റിയൽമി 12 Proയിൽ ടെലിഫോട്ടോ ലെൻസ് ഉണ്ടായിരുന്നു. 32 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ റിയൽമി 13 Proയിലോട്ട് വരുമ്പോൾ അത് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം അതൊരു ഡൗൺഗ്രേഡ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിന്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ക്യാമറ പെർഫോമൻസ് ഒക്കെ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്
ഹൈപ്പർ ഇമേജ് പ്ലസ് എന്നുള്ള ഒരു ഫീച്ചറൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ എറേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫീച്ചറൊക്കെ ഇതിൽ വരുന്നുണ്ട്. എന്നാലും ക്യാമറ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro എന്ന ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡൗൺ ഗ്രേഡ് വരുത്തിയിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇപ്പം ടെലിഫോട്ടോ ലെൻസ് ഒക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം അത് വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് റിയൽമി 12 Pro എന്ന ഫോണിനേക്കാളും വില ഇതിന് കൂടുന്നുണ്ട്. ആ ഒരു ഫോൺ ഇപ്പം 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഫോണ് 27,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം വില കൂട്ടിയ സ്ഥിതിക്ക് അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു ടെലിഫോട്ടോ ലെൻസ് ഇതിൽ കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്നാലും ഇപ്പൊ കോമ്പറ്റീഷനിൽ വരുന്ന മറ്റു ഫോണുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ് എന്ന് പറയാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5200 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ റിയൽമി 12 Pro 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിലോട്ട് വരുമ്പോൾ ചാർജിങ് സ്പീഡ് കുറച്ചിട്ടുണ്ട്. അപ്പം അവിടെയും അവരൊരു ഡൗൺ ഗ്രേഡ് വരുത്തിയിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ബോക്സിൽ തന്നെ ചാർജറും വരുന്നുണ്ട്. അപ്പോൾ തിരക്കില്ലാത്ത ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. പക്ഷെ റിയൽമി 12 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡൗൺ ഗ്രേഡ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് അവർക്ക് ആ ഒരു 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടെങ്കിലും കൊടുക്കായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB RAM 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 26,999 രൂപയാണ്. 8GB RAM 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 28,999 രൂപയാണ്. അതുപോലെ തന്നെ 12GB RAM 512GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 31,999 രൂപയാണ്. പിന്നെ പല ബാങ്ക് ഓഫേഴ്സും ഉണ്ട്. ICICIയുടെ, HDFCയുടെ, അതുപോലെ തന്നെ SBIയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഓഗസ്റ്റ് 6 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിന് തിരക്കില്ലാത്ത ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള തിരക്കില്ലാത്തൊരു പ്രോസസ്സറും തിരക്കില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും തിരക്കില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കില്ലാത്തൊരു ഫോണാണ് എന്ന് പറയാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ റിയൽമി 12 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പല ഡൗൺ ഗ്രേഡ്സും ഇതിൽ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടെലിഫോട്ടോ ലെൻസ് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിന്റെ കാര്യത്തിൽ ചെറിയൊരു ഡൗൺ ഗ്രേഡ് വരുത്തിയിട്ടുണ്ട്. ആകെ പ്രോസസറിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു അപ്ഗ്രേഡ് വരുത്തിയിട്ടുണ്ട് എന്ന് പറയാനുള്ളത്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു ടെലിഫോട്ടോ ലെൻസും 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ നിലനിർത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്തായാലും റിയൽമി 13 Pro 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.